പറഞ്ഞിട്ടില്ല ഭാഗ്യലക്ഷ്മി. ചങ്ങല ഒഴിവാക്കി, ചങ്ങല ഇല്ലാതെ മനുഷ്യരെ പറയുന്നുണ്ടോ? ആന വേണ്ടെന്നുള്ള അഭിപ്രായം എനിക്ക് എന്തായാലും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സോഷ്യൽ സ്ട്രക്ചറിൽ ആന ഈസ് എ പാർട്ട് ഓഫ് അവർ സൊസൈറ്റി. ആയിക്കോട്ടെ, കുറെ ആൾക്കാർ ആനയെ ഓൺ ചെയ്യുന്നുണ്ട്. ആന ഈസ് ബിഗ് ബിസിനസ്. ആന മേക്സ് എ ലോട്ട് ഓഫ് മണി ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ ഒബ്വിയസ്ലി അതൊരു ബിസിനസ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണത്. അപ്പൊ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഈ 50 ദിവസത്തെ പരിപാടി വെച്ചിട്ടാണ് ഈ 365 ദിവസം ഒരാള് ഒരു മിനിറ്റ്, ഒരു പിന്നെ ഉത്സവത്തിന് വിട്ടാൽ ആനയ്ക്ക് എത്ര? ഇന്ന് വളരെ ഏറ്റവും വലിയ തലയെടുപ്പുള്ള ആനയൊക്കെ ആണെങ്കിൽ 40,000 രൂപ കിട്ടും. പക്ഷേ അതൊരു 5 ആനയെ കേരളത്തിലുള്ളൂ. അങ്ങനത്തെ ഒരു 5 ആനയെ കേരളത്തിലുള്ളൂ. മുതുമല ആനക്യാമ്പ്, അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മുതുമല ആനക്യാമ്പില് കാട്ടാനയായിരുന്നപ്പോൾ 20-ലധികം ആളുകളെ കൊന്നിട്ടുള്ള മുതുമല മൂർത്തി എന്ന് പറയുന്ന ഒരു ആനയുണ്ടായിരുന്നു. അവനെ നമ്മൾ സാധാരണ സമൂഹത്തിൽ ഇത്രയും മനുഷ്യരെ കൊല ചെയ്യുന്ന ഒരു ആന എന്താ ചെയ്യുന്നത്? അതിനെ നിർദ്ദയം വെടിവെച്ച് കൊല്ലാനോ അതിനൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം. പക്ഷേ അതിനെ വെടിവെച്ച് അതിനെ പരുവപ്പെടുത്തി നാട്ടാനയായി മാറ്റിയെടുത്തു കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മുതുമല ആനക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, വളരെ എല്ലാവരോടും ഇണങ്ങി നന്നായിട്ട് ജീവിക്കുന്ന ഒരു ആനയായിട്ട് ഇന്നത് അവിടെ ഉണ്ട്. അപ്പൊ ഈ കാട്ടാനയിൽ നിന്ന് അത്തരം അനുസരിപ്പിക്കുക എന്ന് പറയുന്നത് നേരത്തെ ഈ പറഞ്ഞ മാതിരി ആ ഒരു പീഡനത്തിന്റെ അല്ല അതാണ് രസം. അവിടെ ചിത്ര മനസ്സിലാക്കേണ്ട, അവിടെ മുതുമല ആനക്യാമ്പിൽ പീഡനത്തിന്റെ അംശം പോലും ഇല്ല. ദിവസങ്ങൾ നീണ്ട ഒരു ഓപ്പറേഷൻ തന്നെ. അതിനുശേഷം ഇവനെ പിടിച്ചതായി കഴിഞ്ഞ് അവിടെ വെച്ച് ആന കൊല്ലപ്പെടുന്നു. ഞാൻ ഇവിടുത്തെ ഇവിടെ നടക്കുന്ന ഓരോ പീഡനത്തിനും പാപ്പാനെതിരെയും ഉടമയ്ക്കെതിരെയും കേസെടുക്കണം. അതേ നാണയത്തിൽ തന്നെ ഇവിടുത്തെ വന്യജീവികളെയും കാടിനെയും സംരക്ഷിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് കയറുന്ന വനംവകുപ്പ് മന്ത്രിയല്ലേ. ആ ആനയുടെ കൊലപാതകത്തിനൊക്കെ നമ്മുടെ വനംവകുപ്പ് മന്ത്രി അയാൾ ഒന്നാം പ്രതിയായിട്ട് കേസെടുക്കപ്പെടണ്ടേ? അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ആനപ്പാപ്പാന്മാർക്ക് നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്? ഞാൻ ഇടയ്ക്ക് ഒരു ശാസ്തമംഗലം ജംഗ്ഷനിൽ കണ്ടു, ഒരു ആനപ്പാപ്പാൻ അടിച്ച് ഫിറ്റായിട്ട് ബോധമില്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ഈ ആനപ്പാവം ഈ പാപ്പാൻ പറഞ്ഞല്ലാതെ അവിടുന്ന് അനങ്ങില്ല. ഏകദേശം വൈകുന്നേരം വരെ ഈ ആന ഇങ്ങനെ ആനപ്പാപ്പാനെ നോക്കി കിടക്കുക, പാപ്പാനെ എണീക്കുന്നില്ല. ഇതൊക്കെ ശരിക്കും നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഈ അസോസിയേഷൻ വഴി നിയന്ത്രിക്കേണ്ട കാര്യങ്ങളല്ലേ? സത്യമാണ് പറഞ്ഞത്. ഇതിലെ ഒരുപാട് ഇത്തരം പ്രശ്നങ്ങൾക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഈ പാപ്പാന്മാരെന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന മദ്യപിക്കുന്നവരാണെന്നാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്നിട്ട് ഇതിനെ പരിപാലിക്കാനുള്ള ഫണ്ടും നമുക്ക് ഗവൺമെന്റിൽ തന്നെ കിട്ടണം. ഗവൺമെന്റിന്റെ ആയിരിക്കണം ഇത്. ഏതെങ്കിലും ഒരു NGO അത് നടത്തണം. ബിക്കോസ് ഒരു പബ്ലിക് പ്രസൻസ് അവിടെ വേണം. ഇത് ഓപ്പൺ ആയിരിക്കണം. വിദേശത്തുനിന്ന് ഇവർക്ക് ഒരു ഫണ്ടും വരുന്നില്ല. ഈ ഫണ്ട് ഇവര് ഇത്തരത്തിൽ ആനകളെ കേരളത്തിൽ പീഡിപ്പിക്കുന്നു എന്നൊരു വ്യാപക പ്രചരണം നടത്തിയിട്ട് ആനകളെ പിടിച്ചെടുത്ത് ₹1 പോലും എനിക്ക് എവിടുന്നും കിട്ടിയിട്ടില്ല. ഇന്ന് മൃഗസ്നേഹമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇവിടത്തെ പശുക്കളെ ഇവിടെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ അറുത്ത് തലകുഴി 6 മാസം 7 മാസം ഗർഭമുള്ള പശുക്കളെ അറുത്ത് തിന്നപ്പോൾ നിങ്ങളുടെ മൃഗസ്നേഹം എവിടെ പോയി? ബേസിക്കലി ഒരു സാവകാശ ജീവിയാണ്. അതിങ്ങനെ കൂട്ടത്താൽ ഇങ്ങനെ സാവകാശത്തെ ജീവിക്കാനാണ് അതിനിഷ്ടം. വനത്തിൽ സാവകാശം ജീവിക്കുന്ന ഒരു ജീവിയെ നമ്മൾ പിടിച്ച്, അത് കുട്ടികളാണ് ബേസിക്കലി പിടിക്കുന്നത്. വനത്തിൽ കുഴികളൊക്കെ ഉണ്ടാക്കി പിറ്റ്സൊക്കെ ഉണ്ടാക്കി കുട്ടികളെ പിടിച്ചിട്ടാണ് നാട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ഒരു വളരെ ഡീപ്പായിട്ടുള്ള ട്രെയിനിങ് ആണ്. പിന്നെ അങ്ങോട്ട് വളരെ ക്രൂവലായിട്ടുള്ള ട്രെയിനിങ് ചെയ്താണ് അതിനെ ഈ പറഞ്ഞ നാട്ടാന, ഈ നാട്ടാന ഇതെന്ത് വാക്കുകളാണ്? നമുക്ക് ഉപദേശിക്കാൻ പറ്റും. എങ്കിൽ കൂടെ ഇത്തരം കാര്യങ്ങൾ ആനകളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. ശ്രീകുമാർ, പിന്നെ ഈ ചിത്രീകരണത്തിനിടയ്ക്ക് പലപ്പോഴും നമ്മളെപ്പോഴും കാണുന്ന ആനയ്ക്ക് ചില കുറുമ്പുകളാണ് അല്ലെ? ഒരുപാട് വികൃതിയുള്ള ഒരു ജീവി കൂടിയാണ്. നമ്മൾ ഇതിനെ ഒരു വലിയൊരു വന്യജീവിയായിട്ട് കാണുമ്പോൾ തന്നെ ഒരു സ്നേഹവും കൂടെ നമുക്ക് അതിനോടുണ്ട്. അത്തരം കുറുമ്പുകളൊക്കെ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിരവധി ഉണ്ടാവുമല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഞാൻ ആനയും ജീവിച്ചിരിക്കുന്നു പാപ്പാനും ജീവിക്കുന്നു, രണ്ടുപേരുടെയും പേര് പറയുന്നില്ല. എങ്ങനെയാണ് ഇതിനെ ട്രെയിൻ ചെയ്യുന്ന രീതി പറഞ്ഞാൽ ഞങ്ങൾക്ക് സർക്കാർ പിടിച്ചു തന്നിട്ടുള്ളതാണ്. ഞങ്ങൾ പോയി പിടിച്ചു കൊണ്ട് ട്രെയിൻ ചെയ്തിട്ടുള്ളതല്ല, മനസ്സിലായോ? ഇത് കാലാകാലങ്ങളായി സർക്കാർ കുഴിയിൽ വീണ് സർക്കാർ അതിനെ പിടിച്ച് ട്രെയിൻ ചെയ്ത് ചെറുപ്പത്തിൽ തന്നെ ട്രെയിൻ ചെയ്ത്. ഞാൻ ചോദിക്കട്ടെ, ഒരു അമ്പലത്തിൽ കൊണ്ടുപോയാൽ ഈ പലപ്പോഴും എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ശീവേലി സമയത്ത് പാപ്പാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി അത് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിൽക്കണം, എവിടെ സർക്കാർ തരുമ്പോ അത് പഠിപ്പിച്ചിട്ടല്ലോ തരുന്നത്. 5 വയസ്സായ കുട്ടിയുടെ ബുദ്ധി ഒരു ആനയ്ക്ക്